ഡിയർ ഫ്രണ്ട്സ്, ഓരോരാളുടെ ആറ്റിറ്റ്യൂഡ് അതാണ് ഇന്നത്തെ വ്ളോഗ്. ചെറിയൊരു നർമ്മത്തിൽ പൊതിഞ്ഞ ഒരു ചെറിയൊരു വ്ളോഗ്. ഇന്നലെ ഞാൻ മൈസൂർ പോകുന്ന വഴിക്ക്, മൈസൂർ ഒരു ആവശ്യത്തിന് പോകുന്ന സമയത്ത് അവിടെ ഒരു ഷോപ്പിൽ മലയാളിയാണ് ആൾ. ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടി കയറി. എനിക്ക് വേണ്ടത് ഒരു പേപ്പർ വേണമായിരുന്നു, പിന്നെ ചെറിയ പേസ്റ്റ്, അങ്ങനെയുള്ള ട്രാവൽ കിറ്റ് എന്ന് പറയാൻ വേണമെങ്കിൽ. അങ്ങനെ കയറിയ സമയത്ത് അവൻ്റെ ഒരു സംസാരത്തിലുള്ള ഒരു ശൈലി എനിക്ക് തീരെ ദഹിച്ചിട്ടില്ല. കാരണം അവന് ആ നാട്ടുകാരോട്, ആ ബസ് സ്റ്റാൻഡിലുള്ള വരുന്ന കസ്റ്റമറോട് എന്ത് ഡീലാണോ എങ്ങനെയാണോ ഡീല് ചെയ്യുന്നത് അതുപോലെയാണ് അവൻ്റെ സംസാര ശൈലി. ഞാനും അത്യാവശ്യം കന്നഡ സംസാരിക്കാൻ അറിയുന്നതുകൊണ്ട് തന്നെ ഞാൻ ഈ കർണാടക ഭാഗത്ത് മലയാളിൻ്റെ ഷോപ്പായാലും കന്നഡത്തിലെ സംസാരിക്കാറുള്ളൂ. എനിക്കറിയാം അധികം ആളെ ആറ്റിറ്റ്യൂഡും അങ്ങനെയാണ്. അങ്ങനെ ഞാനും കന്നഡത്തിൽ തന്നെയാണ് സംസാരിക്കുന്നത്. അവനേക്കാളും ജോറായിട്ടാണ് ഞാനും സംസാരിക്കുക. അവന് എന്താ വേണ്ടേ, എത്ര വേണം, എങ്ങനെയാ വേണ്ടേ, അങ്ങനെ പേടിപ്പിക്കുന്ന രീതിയിൽ. ഞാൻ പൈസ കൊടുത്തിട്ടാണ് സാധനം വാങ്ങിക്കുന്നത്. ഞാൻ അവൻ വിചാരിച്ച പോലെയുള്ള ബസ് സ്റ്റാൻഡ് രീതിയിലുള്ള മറ്റുള്ള അലമ്പ് കസ്റ്റമറെ പോലത്തെ കസ്റ്റമറല്ല. എങ്കിലും എന്നോടും അവൻ അതേ ശൈലി തന്നെയാണ്. ഞാനും വിചാരിച്ച് വേണ്ട, പ്രശ്നമില്ല, അവനോട് അതേപോലെ തന്നെ ഞാൻ സംസാരിക്കാം. എനിക്കത് വേണം, എനിക്കിത് വേണം എന്നുള്ള രീതിയിൽ തന്നെ കച്ചവടമെല്ലാം കഴിഞ്ഞ് ഞാൻ റൂമിലെത്തിയപ്പോൾ അത്തരം കച്ചവടക്ക് എനിക്ക് വല്ലാത്ത സഹതാപം തോന്നി. കാരണം അവൻ അത്രയും സ്ട്രോങ് ആയിട്ട് ചെയ്യുന്ന കച്ചവടമാണെങ്കിൽ അവൻ്റെ ഡീലിങ്ങും സ്ട്രോങ് ആയിരിക്കണം അല്ലേ. പകരം എനിക്ക് തന്ന മാധ്യമം പേപ്പറിൻ്റെ അകത്ത് ഒരു മനോരമ ഉണ്ടായിരുന്നു. അതാണ് പറഞ്ഞത്, കച്ചവടം ചെയ്യുമ്പോൾ കുറച്ച് സ്മാർട്ട് എല്ലാത്തിലും ആവണം, ഒന്നിന് മാത്രമായ പോരാ. അപ്പോൾ എനിക്ക് ഞാനായതുകൊണ്ട് തിരിച്ചു കൊടുക്കും, വേറെ ആളെങ്കിൽ കൊടുക്കുമോ, 10 രൂപ നഷ്ടമല്ലേ. അപ്പോൾ ഇതാണ് ലോജിക്ക്. ഒരാളുടെ രീതിയിലായിരിക്കില്ല ബാക്കി വരുന്നത്. നമ്മുടെ വിരലുകൾ പോലെ വേറെ വേറെ ആയിരിക്കും. അപ്പോൾ ഓരോരാളെ മുഖവും അവരുടെ സ്വഭാവം നോക്കി അവരോട് പെരുമാറുക. കച്ചവടക്കാർ പ്രത്യേകിച്ച്, മലയാളിയായ കച്ചവടക്കാർ പ്രത്യേകിച്ച്. ബാക്കിയുള്ള നാട്ടുകാരിൽ ഇങ്ങനെ കാണില്ല. അതുകൊണ്ടാണ്. സോറി. താങ്ക് യു. നവാസ് ഡയറി സൈനിങ് ഓഫ്. ബൈ ബൈ.